Hey everyone, today we would like to introduce you to Hidden House, a humble family home in Malappuram, Kerala. To offer a new experience, the architects have narrated the entire design process in Malayalam with subtitles in English. Designed by LIJO.RENY.architects, this is the story of a peaceful house in the complex context of a state highway. Let me give you quick specs. Spread across a plot area of 8,000 square feet, the house has a built-up area of 2,900 square feet. In response to the site conditions, the house is tucked away from the road to the far end of the site. Lush green landscape pockets have been provided around and within the built space, acting as a buffer from the urban chaos. If you want to know more about this project story, click on the link mentioned in the description below. It will take you to our website Buildofy.com, where you can become a member and download the full PDF ebook, including the detailed floor plans, section elevation with dimensions, and the material palette. You can also download 200 plus PDF ebooks of the houses pan-India. Till then, I hope you enjoy this walkthrough video. ഈ പ്രോജക്റ്റ് ഇരിക്കുന്നത് വെളിയൻകോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. ഈ വീട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് റാഫി ആൻഡ് ഷഹാന എന്ന് പറഞ്ഞ ദമ്പതികൾക്കാണ്. അവരുടെ കുട്ടികൾ 3 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. അവരുടെ ഒരു കൊച്ചു മനോഹരമായിട്ടുള്ള ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളൊരു വീടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സൈറ്റാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ പോസിബിലിറ്റീസ് ഉണ്ട്. ക്ലയൻസ് നമ്മുടെ അടുത്തേക്ക് എത്തിയപ്പോഴും അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളും ആശയങ്ങളും എല്ലാം ഷെയർ ചെയ്തുകൊണ്ടാണ് ആ പ്രോജക്റ്റ് നമ്മൾ തുടക്കം കുറിച്ചത്. പലപ്പോഴും റെസിഡൻഷ്യൽ പ്രോജക്ട്സിന് വേണ്ടി ഞങ്ങളുടെ അടുത്തേക്ക് ക്ലയൻസുകൾ അപ്രോച്ച് ചെയ്യുന്നു. അവർ പല ബോധ്യങ്ങളും ആശയങ്ങളൊക്കെ കൊണ്ടിട്ടാണ് വരിക. അവർ നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തതും കണ്ടതും ആഗ്രഹിക്കുന്നതായിട്ടുള്ള കുറേ ഐഡിയാസ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഈ എല്ലാ ഐഡിയാസും ചിലപ്പോൾ അവരുടെ ആ ഒരു സൈറ്റിൻ്റെ കണ്ടീഷൻസ് വെച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അവിടെ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഇത് റെസ്പോൺസിബിൾ ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബോധ്യങ്ങൾ എല്ലാം യോജിച്ച് വരുന്നില്ലെങ്കിൽ ക്ലയൻസിന് അതൊരു കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്ത് അവരെ ഗൈഡ് ചെയ്യാന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൂടി ഉണ്ടെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു പ്രോജക്റ്റും ആ ഒരു ആശയത്തിലൂടെയൊക്കെ തന്നെയാണ് കടന്നു പോയിരിക്കുന്നത്. ഇനി പറഞ്ഞതുപോലെ ഈ ക്ലയൻറ്റും നമ്മളെ സമീപിച്ചപ്പോൾ അവരുടെ ഒരുപാട് ആശയങ്ങളും ആസ്പിറേഷൻസും സങ്കല്പങ്ങളും എല്ലാമായിട്ടാണ് വന്നത്. അത് അൺഫോർച്ചുനേറ്റ്ലി സൈറ്റിൻ്റെ ഒരു കണ്ടീഷനായിട്ട് പലതും യോജിക്കുന്നതായിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു തീരദേശ ഹൈവേയുടെ ഭാഗമായിട്ട് ബ്രോഡ് വൈഡിങ് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗത്താണ് ഈ സൈറ്റ് അബട്ട് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നത്. സൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഷേപ്പിലുള്ള സൈറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒരു ഫ്രണ്ടിൽ കുറച്ചും കൂടി ഏരിയ ഉണ്ടായിരുന്നു. ആ ഏരിയ ആണ് നമുക്ക് റോഡ് വൈഡനിങ് ആയിട്ട് വിട്ടുകൊടുക്കേണ്ടി വരുന്നത്. ഇവിടെയായിരുന്നു പണ്ടത്തെ ഹൈവേ ഉള്ളത്. അത് സ്വാഭാവികമായിട്ടും റോഡ് വൈഡനിങ്ങിന് ശേഷം ഇവിടേക്കായി മാറും. തൽക്കാലം ഇവർ ഇവിടെയുള്ള ഗേറ്റ് മാറ്റിയിട്ടില്ല. സ്വാഭാവികമായിട്ട് റോഡ് വൈഡനിങ് വരുമ്പോൾ ഇവിടേക്ക് മാറുന്നതിനനുസരിച്ച് ഇവിടെ നമ്മൾ പുതിയ ഗേറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പബ്ലിക് ഏരിയാസ് ആയിട്ടുള്ള ലിവിങ്, ഡൈനിങ് എന്ന് പറയുന്ന മേജർ പബ്ലിക് സോൺ നമ്മൾ ഈ ഭാഗത്താണ് പൊസിഷൻ ചെയ്തത്. ഇവിടെ കൊണ്ടുവരാനുണ്ടായിരുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സൈറ്റിൻ്റെ ഈ ഘടന തന്നെയാണ്. ഇവിടെ ഹൈവേ ഉള്ളത് കൊണ്ട് ഹൈവേയിൽ നിന്നും ഏറ്റവും മാക്സിമം പുറകോട്ട് വെക്കുക എന്നുള്ളത് മാത്രമല്ല, നമുക്കിവിടെ ഓൾറെഡി ഇവരുടെ ഒരു തറവാട് വീട് ഓൾറെഡി ഉണ്ട്. ഈ വീട് റോഡ് വൈഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒന്ന് ചെറുതാക്കേണ്ടി വരുന്നാലും ഇവിടെ ഒരു സ്ട്രക്ചർ ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്ട്രക്ചർ ഉള്ളിടത്തോളം ഈ വീടിനൊരു ബഫർ ചെയ്തൊരു പ്രൊട്ടക്ഷൻ നമ്മുടെ മെയിൻ റോഡിൽ നിന്നുള്ള എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് കിട്ടാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ലിവിങ്, ഡൈനിങ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചെയ്യുക, അതിനോടനുബന്ധിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് നമ്മളൊരു കാർ പോർച്ച് കൊടുക്കാൻ ശ്രമിക്കും. അവിടെ കാർ പോർച്ച് കൊടുക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മെയിൻ റോഡിൻ്റെ അവിടെ നിന്ന്, ഈ ഹൈവേയുടെ അവിടെ നിന്ന് ബാക്കിലോട്ട് വരെ നമുക്ക് കാർ പോർച്ച് എത്താൻ വേണ്ടി ഒരു ഡ്രൈവേ കൊടുക്കേണ്ടതായിട്ട് വരും. പല ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവേ കൊടുക്കുന്നതോട് കൂടിയിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സൈറ്റിൽ നല്ലൊരു ശതമാനം ലാൻഡ്സ്കേപ്പിനുള്ള ചെടികളും മരങ്ങളും പൂക്കളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പിനുള്ളൊരു സ്കോപ്പ് ഇല്ലാതെയാണ് വരിക. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന
പേവിങ് ഡ്രൈവ് വേയിൽ കൊടുക്കുന്ന മെറ്റീരിയലിന് ചൂട് വന്ന് ഈ ഒരു ബിൽഡിങ്ങിലേക്ക് അത് റേഡിയേറ്റ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കോമ്പൗണ്ടിനോട് ചേർന്ന് ഇവിടെ തന്നെയാണ് നമ്മൾ കാർ പോർച്ച് കൊടുക്കാൻ തീരുമാനിച്ചത്. 2 കാറും വേണമെങ്കിൽ ഒരു ബൈക്കും പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് റോഡിൽ നിന്നും ഒരു ആക്സസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു മേജർ ഒരു വെഹിക്കുലർ ആക്സസ് ആയിട്ടാണ് സൈറ്റിലേക്ക് കയറുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ വരെ എത്തേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു പോക്കറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ പെഡസ്ട്രിയൻ എൻട്രി ഇങ്ങനെ ആക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ നമ്മളിവിടെ ഒരു പെഡസ്ട്രിയൻ ഗേറ്റ് ഇവിടെ കൊടുത്തു, ഇവിടെ ഒരു വെഹിക്കുലർ ഗേറ്റ് കൊടുത്തു. അപ്പോൾ പെഡസ്ട്രിയൻ ഗേറ്റ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ചെറിയൊരു ലാൻഡ്സ്കേപ്പ് പോക്കറ്റ്, ചെടികളും മരങ്ങളും, ഇവിടെ ഒരു വലിയൊരു മരമൊക്കെ ആയിട്ട് ഭാവിയിൽ വളരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ കിട്ടും. പെഡസ്ട്രിയൻ ഈ ഭാഗത്താണ്, കാർ പോർച്ചിൻ്റെ വെഹിക്കുലർ എൻട്രി ഈ ഭാഗത്താണ്. ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു വാള് കൊടുക്കും. വാള് കൊടുക്കുന്നത് 2 കാരണങ്ങളാലാണ്. ഈ പെഡസ്ട്രിയൻ ഏരിയനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ പെഡസ്ട്രിയനായിട്ട് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് എവിടേക്കാണ് എത്തിച്ചേരേണ്ടതെന്ന് അറിയാൻ വേണ്ടി നേരെ ഇതൊരു പാസേജ് പോലെയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കാണ് എത്തിച്ചേരുന്നത്. ഇവിടെ നമ്മൾ ട്രെല്ലിസ് കൊടുത്തിട്ടുണ്ട്, ഒരു കാനപ്പി പോലെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഭാവിയിൽ അതുമ്പോൾ ചെടികൾ വളർന്ന് അതൊരു പന്തലിച്ച നല്ല മനോഹരമായിട്ടുള്ള ഒരു ഷെയ്ഡഡ് കാനപ്പി ആയിട്ട് വരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാറിവിടെ പാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ഗാർഡന് ഒരു സ്കോപ്പ് ഉണ്ടാവാണ്. നമുക്ക് വലിയ മരങ്ങൾക്കുള്ള ഒരു സ്കോപ്പുള്ള ഒരു ഗാർഡനായിട്ടത് മാറാണ്. ഇവിടെ നേരെ ഈ പാസേജിനോട് സൈഡിൽ ചേർന്ന് ഈ ബിൽഡിങ്ങിനോട് എത്തുന്നതിനേക്ക് മുന്നായിട്ടാണ് നമ്മൾ സിറ്റ് ഔട്ട് കൊടുക്കുന്നത്. ഒരു ഡിറ്റാച്ച്ഡ് ഒരു സിറ്റ് ഔട്ട് ആയിട്ടാണ് കൊടുക്കുന്നത്. ഈ സിറ്റ് ഔട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ ഗാർഡൻ്റെ നടുവിൽ ഇരിക്കുന്ന ഒരു പ്രതീതി കിട്ടാനും കൂടിയായിട്ടാണ് അത്തരത്തിലുള്ളൊരു സ്പേസ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മെയിൻ ബിൽഡിംഗ് ആയിട്ട് നമ്മളൊരു കണക്ഷൻ വരുന്നുമുണ്ട്. കയറി വരുന്ന ഭാഗം ഒരു കൊച്ചു ലാൻഡ്സ്കേപ്പ് ഏരിയ, നടുവിലൊരു മരമൊക്കെ കൊടുത്ത് ലാൻഡ്സ്കേപ്പ് ഏരിയ ആയി നമ്മൾ മാറ്റി. ഇവിടെ ലിവിങ് റൂം കൊടുത്തു. ലിവിങ് റൂമിന് ബാക്കിലായിട്ട് നമ്മളൊരു ലാൻഡ്സ്കേപ്പ് പോർഷൻ കൊടുത്തു. ബാക്കി ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ഫോയർ കൊടുത്തു, ഡൈനിങ് കൊടുത്തു, കിച്ചൺ കൊടുത്തു, ഫാമിലി സ്പേസ് കൊടുത്തു. അങ്ങനെ ആ ഭാഗങ്ങളിൽ ഇന്റർ കണക്ഷൻസും അതിൻ്റെ ഉള്ളിലത്തുള്ള സെപ്പറേഷൻസും വരുന്നുണ്ട്. ബെഡ്റൂമിന് ഈ ഭാഗത്ത് പ്ലേസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാവിധ പ്രശ്നങ്ങളും നമുക്ക് ഇവിടെ ഉണ്ടാവും. കാരണം ബെഡ്റൂം രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഈ ഹൈവേയുടെ ബസ്സിങ് സൗണ്ട് സ്ഥിരമായിട്ടുണ്ടാവും എന്നുള്ളതൊരു ന്യൂനത തന്നെയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും നമ്മൾ ഭയങ്കര ടെംപ്റ്റഡ് ആണ്. ഇത്തരത്തിലുള്ളൊരു ഭംഗിയായിട്ടുള്ളൊരു ഗാർഡൻ ഇവിടെ കൊടുത്ത സ്ഥിതിക്ക് ഈ ബ്ലോക്കിൽ നിന്നും ഇവിടേക്ക് ഒരു ഗംഭീര വ്യൂ കൊടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ ആ ടെംപ്റ്റേഷൻ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഈ ഭാഗത്ത് കൊടുത്തത് സ്റ്റെയർ കേസാണ്. ആൻഡ് സ്റ്റെയർ കേസിന് ഈ ഭാഗത്തേക്ക് ഒരു വിധത്തിലുള്ള വ്യൂവും കൊടുത്തില്ല. ഈ ഒരു 2 ബ്ലോക്കിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു പാസേജ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രൈവറ്റ് ആൻഡ് പബ്ലിക് 2 ബ്ലോക്കിന് നല്ലൊരു സെപ്പറേഷൻ കിട്ടും. ആ പാസേജസ് ചെറിയൊരു ഓപ്പൺ ടു സ്കൈ ലാൻഡ്സ്കേപ്പ് ഉള്ള ഒരു ചെറിയൊരു കോർട്ട്യാർഡ് പോലെയുള്ളൊരു സ്പേസ് ആണ്, ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഈ സ്റ്റെയർ കേസിൻ്റെ കോറ് കൊടുത്തതിന് ശേഷം അടുത്ത ബേ വരുന്നത് ടോയ്ലറ്റ്സ് ആണ്. 2 ടോയ്ലറ്റ് വന്നതിന് ശേഷമാണ് ബാക്കിൽ നമുക്ക് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഹൈവേയിൽ നിന്നും ഒരു 2 ലെവൽ നമുക്ക് ആദ്യം 2 അല്ല 3 ലെവൽ പ്രൊട്ടക്ഷനാണ്. നമുക്ക് ഈ ഗാർഡനിൽ വരുന്ന ചെടികളും മരങ്ങളും നാളെ വളർന്നു കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിന് ഒരു പ്രൊട്ടക്ഷനാണ്. അത് കഴിഞ്ഞാൽ സ്റ്റെയർ കേസിൻ്റെ കോർ ഒരു പ്രൊട്ടക്ഷനായി മാറി, അടുത്ത ബേസ് ടോയ്ലറ്റ്സ് ഒരു പ്രൊട്ടക്ഷനായി മാറി. അതിനുശേഷമാണ് ബെഡ്റൂം നമ്മൾ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് റൂം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതിന് സച്ച് എ മാനർ ദാറ്റ് ഈ മേജർ ലാൻഡ്സ്കേപ്പ് ഏരിയയുടെ ഇടയിൽ ഒരു ചെറിയൊരു പോക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ പോക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഈ ഒരു ഭാഗത്തൊരു ചെറിയൊരു ഗ്ലിംസ് നമുക്ക് അവിടുന്ന് കിട്ടും. അതുപോലെ തന്നെ ഫാമിലി ഏരിയയിലേക്കാണെങ്കിൽ ബാക്കിലേക്ക് നമുക്കൊരു വ്യൂ ഉണ്ട്. ഇപ്പോൾ തൽക്കാലം അവിടെ വീടുകളും ഇല്ല, ഒഴിഞ്ഞു കിടക്കുന്ന കുറച്ച് ലാർജർ ആയിട്ടുള്ളൊരു പ്ലോട്ടാണ്. ഡൈനിങ്ങിൽ നിന്ന് നമുക്ക് വ്യൂ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വ്യൂ കൊടുക്കാമായിരുന്നു. ഇൻസ്റ്റഡ് കൊടുക്കാതിരുന്നതിൻ്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡ്റൂം തുറക്കുന്നത് ഈ ഒരു പോക്കറ്റിലേക്കാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് പോലെയാണ് അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പബ്ലിക് ബ്ലോക്കിൽ നിന്നും കംപ്ലീറ്റ്ലി പ്രൈവറ്റ് ആയിട്ടുള്ള ബെഡ്റൂമിലേക്ക് കടക്കുമ്പോൾ ഒരു പാസേജ് കൂടെയാണ് കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് 2-3 പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ ഈ സൈറ്റിൽ നിന്നും റോഡിൽ നിന്നും ഒരുപാട് നീക്കി ബിൽഡിംഗ് ചെയ്യുമ്പോൾ വിസിബിലിറ്റി ടു ദ ഗേറ്റ്, നമുക്ക് ഗേറ്റിൻ്റെ അവിടെ ആരാണ് വരുന്നത് എന്നറിയാൻ ചിലപ്പോൾ മാർഗം ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഗേറ്റ് വീഡിയോ ഫോൺസ് എല്ലാം നമുക്കുണ്ട്.
എങ്കിൽ കൂടി ഈ പറയുന്ന പാസേജിൽ നമ്മളൊരു സ്ലിറ്റ് വിൻഡോ കൊടുക്കുമ്പോൾ ആ സ്ലിറ്റ് വിൻഡോൻ്റെ അവിടെ നമുക്ക് സിറ്റ് ഔട്ടിൽ ആരെങ്കിലും വന്ന് കോളിംഗ് ബെൽ അടിക്കുകയാണെങ്കിൽ നേരെ സിറ്റ് ഔട്ടിൻ്റെ അവിടേക്ക് കാണാനും പറ്റും. നമുക്കൊരു ചെറിയൊരു ഗ്ലിംസ് കാർ പോർച്ചിൻ്റെ അവിടേക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് നേരെ നമുക്കൊരു പെഡസ്ട്രിയൻ ഗേറ്റിൻ്റെ അവിടേക്ക് നമുക്കൊരു വ്യൂ ഉണ്ട്. അത് മിനിമൽ ആയിട്ടുള്ള വ്യൂ ആണ്, പക്ഷെ അത് പ്രധാനപ്പെട്ട ഒരു വ്യൂ ആണ് എന്നുള്ളത് കൊണ്ട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ലാർജ് വിൻഡോ വരുമ്പോൾ ഈ പാസേജിൽ നമ്മൾ സ്ട്രിപ്പ് വിൻഡോ കൊടുക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് ഒരു പ്രൈവസി കൊടുക്കാൻ വേണ്ടി യെറ്റ് അവിടെ നിന്ന് പുറത്തേക്ക് വിസിബിലിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. നിർബന്ധമായിട്ടും ക്ലയൻറ്റിന് ഞങ്ങളുടെ അടുത്ത് വന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും അത് അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു മിനിമൽ സ്വഭാവമുള്ള, അകത്തേക്ക് കയറുമ്പോൾ വൈറ്റ്സിൻ്റെ ആധിക്യമുള്ള, ആളുടെ ലൈഫിൽ ഇഷ്ടപ്പെടുന്ന കളേഴ്സ് വളരെ മ്യൂട്ടഡ് ആയിട്ടുള്ള കളേഴ്സാണ്, വൈറ്റ്സ് ആൻഡ് ഗ്രേസ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മിനിമൽ സ്വഭാവമുള്ള ഇൻറ്റീരിയേഴ്സ് ആയിരിക്കണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് അകത്തേക്ക് കയറുമ്പോൾ ആ ട്രാൻസിഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ലഷ് ഗ്രീൻ ലാൻഡ്സ്കേപ്പിൽ നിന്ന് കയറുമ്പോൾ യു ഹാവ് ദീസ് മ്യൂട്ടഡ് വൈറ്റ്സ് ആൻഡ് ഗ്രേസിൻ്റെ കളേഴ്സാണ്. അപ്പോൾ ഫ്ലോറിംഗ് ആണെങ്കിൽ നമ്മൾ ഡാർക്ക് ഗ്രേ ആൻഡ് ലൈറ്റ് ഗ്രേയുടെ സിമെൻറ്റ് ഫിനിഷ്ഡ് കോമ്പിനേഷൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ചില ഭാഗങ്ങളിലെ സീലിങ്ങിലും ഫസാഡിലാണെങ്കിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള ഗ്രേ, ഒരു ഗ്രീനിഷ് ലാൻഡ്സ്കേപ്പിനൊരു ഇമ്പോർട്ടൻസ് ഉള്ളത് ഒരു വളരെ സട്ടിൽ ഗ്രീനിൻ്റെ ടിഞ്ചുള്ള ഒരു ഗ്രേ ആണ് പുറത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു സ്വല്പം കൂടി ഡാർക്കർ ആയിട്ടുള്ള വേറൊരു ഗ്രേ ഉപയോഗിച്ചിട്ടുണ്ട്. വീടിന്റെ ലേ ഔട്ട് നോക്കുകയാണെങ്കിൽ ഫ്ലോറിംഗ് പാറ്റേണിൽ വളരെയധികം ക്ലാരിറ്റിയോട് കൂടി ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ മെയിൻ ലിവബിൾ അല്ലെങ്കിൽ ഹാബിറ്റബിൾ സ്പേസസ് ഒക്കെ നമ്മൾ ലെതർ ഫിനിഷ് ഗ്രാനൈറ്റിൽ ചെയ്ത് അതിൽ എസ്എസിൻ്റെ ഇൻലേ കൊടുത്തിട്ടൊക്കെയാണ് ഡീറ്റെയിൽ ചെയ്തത്. വേറെ അറ്റ് ദ സെയിം ടൈം നമ്മൾ പല ബ്ലോക്കുകളായിട്ട് ഡിസൈൻ ചെയ്ത കാരണം കണക്റ്റിംഗ് ട്രാൻസിഷൻ സ്പേസസ്, അതുപോലെ കോറിഡോർ സ്പേസസ്, കോർട്ട്യാർഡിലൊക്കെയുള്ള എൻട്രി, ഇതൊക്കെ നമ്മൾ ഫ്ലെയിം ഗ്രാനൈറ്റും അതേപോലെ തന്നെ പെബിൾസ് അല്ലെങ്കിൽ ബേബി ജെല്ലിയൊക്കെ വെച്ചിട്ടാണ് ഡീൽ ചെയ്തത്. ലാൻഡ്സ്കേപ്പിലുള്ളതിന്റെ ഒരു കണ്ടിന്യൂഷൻ. എക്സാക്ട്ലി. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മളൊരു ലിവബിൾ സ്പേസിൽ നിന്ന് ഒരു ട്രാൻസിഷൻ സ്പേസിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോറിഡോറിലേക്ക് കടക്കുമ്പോൾ ഒരു ഔട്ട്ഡോർ സ്പേസിലേക്കാണോ കടക്കണേന്നുള്ളൊരു സംശയം മനസ്സിൽ വരുത്തുന്ന വിധത്തിലാണ് നമ്മൾ ഫ്ലോറിംഗ് ലേഔട്ടിൽ തന്നെ വരുത്തിയത്. അപ്പോൾ ചെരുപ്പിടാതെ നടക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ട്രാൻസിഷനും വളരെ ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ലെതർ ഫിനിഷ് ഗ്രാനൈറ്റിൽ നടന്ന് സ്മൂത്ത് ഒരു ഫിനിഷിൽ നടന്ന് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ കാലിലെ ഒരു ഇത്തിരി റഫ് ആയിട്ടൊരു സർഫസ് നോക്കുമ്പോൾ അത് ഫ്ലെയിം ഗ്രാനൈറ്റ് ആണ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി യു ആർ ഇൻ എ കോറിഡോർ അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ സ്പേസിലാണ് അല്ലെങ്കിൽ ഒരു കോർട്ട്യാർഡിലാണ്. സണ്ണിൻ്റെ പാത്ത് നോക്കി ഓറിയന്റേഷൻ കറക്റ്റ് ചെയ്ത് ബ്ലോക്കുകൾ പൊന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോളർ ബ്ലോക്കുകൾക്ക് ലോവർ സ്ലാബിന് ഷെയ്ഡ് ചെയ്യാൻ പറ്റും. സണ്ണിൽ നിന്നുള്ള ഡിറക്റ്റ് സൺലൈറ്റ് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് ലോവർ സ്ലാബിന് ഷെയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉള്ളിലത്തെ ഹാബിറ്റബിൾ സ്പേസിൽ കുറച്ചുകൂടി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ പ്രോജക്റ്റിൽ നമ്മൾ അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്സുകളായിട്ട് ഡിവൈഡ് ചെയ്ത് പാസേജുകളും കോറിഡോഴ്സുമായിട്ട് കണക്ട് ചെയ്ത് എല്ലാ റൂംസിനും പറ്റാവുന്ന എല്ലാ റൂംസിനും രണ്ട് സൈഡിൽ നിന്നെങ്കിലും വെന്റിലേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഒരു സൈഡിൽ, പ്രത്യേകിച്ച് ബെഡ്റൂമൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ വാൾ ടു വാൾ ഓപ്പണിംഗ് കൊടുത്ത് സ്ലൈഡ് ചെയ്ത് ചെറിയ ലാൻഡ്സ്കേപ്പ് ഗാർഡൻ സ്പേസിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് വ്യൂസ് ആയിട്ട് കാണിച്ച് ചെറിയൊരു ഓപ്പണിംഗ് വേറൊരു ഓപ്പോസിറ്റ് വാളിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഇൻറ്റീരിയർ സ്പേസസിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ സൈറ്റിനുണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പോക്കറ്റുകൾ ഉണ്ടാക്കാൻ പറ്റി. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രയാങ്കിൾ പോക്കറ്റ്സ് ഉണ്ട്, ഈ ഒരു സൈഡിൽ നമുക്ക് ഗ്യാപ്പുകളുണ്ട്, ഈ ഭാഗത്ത് ഇതെല്ലാം തന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പ് വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ സൈറ്റിന് പാരലായിട്ട് എടുക്കാതെ സൈറ്റിൽ നിന്ന് സ്ക്യൂ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു ലീനിയർ ഒരു പോക്കറ്റ് കിട്ടുന്നതിന് പകരം ചെറിയ ട്രയാങ്കിൾ, കുറച്ച് ചിലപ്പോൾ ഒരു ഭാഗം ചെറുതും പിന്നെ വലുതായിട്ട് വരുന്ന ഒരു വിഷ്വൽ ഇല്യൂഷൻ, സ്പേസ് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില പോക്കറ്റ്സുകൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ പോക്കറ്റുകളെല്ലാം തന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂളർ ആവുകയും ചെയ്യും. അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന അകത്തേക്ക് വരുന്ന കാറ്റ് റിലേറ്റീവ്ലി ചൂട് കുറഞ്ഞ കാറ്റുകളായിരിക്കും. കൂളർ എയർ ആയിരിക്കുമെന്ന് മാത്രമല്ല, ഈ ലാൻഡ്സ്കേപ്പ് തന്നെ ഹൈവേയിൽ നിന്നും വരുന്ന ശബ്ദവും പൊടിയും അതുപോലെ തന്നെ ചൂടിനെയും റിലേറ്റീവ്ലി ഫിൽട്ടർ ചെയ്തിട്ടാണ് വീടിൻ്റെ അകത്തേക്ക് കടത്തിവിടുക. ഹൗസ് അറ്റ് ഹൈറ്റ്സ് നമ്മൾ ടിപ്പിക്കലി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റെസിഡൻഷ്യൽ ലേഔട്ടിനും വിട്ട് കുറേ കൂടി സ്പ്രെഡ് ഔട്ട് ആയിട്ട് കിടക്കുന്ന കുറേ ഇൻട്രസ്റ്റിംഗ് ബോക്സുകളും സർപ്രൈസിങ് കോർണേഴ്സും ലാൻഡ്സ്കേപ്പ് പോക്കറ്റ്സുകളൊക്കെയും ഒരു യൂസറിനെ സംബന്ധിച്ച് എക്സ്പീരിയൻഷ്യൽ ക്വാളിറ്റി കൂട്ടുന്ന കുറേ ഫീച്ചേഴ്സൊക്കെയും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു റെസിഡൻസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.